തന്നെ ആവും ചെയ്യും. മാസം കണ്ടാൽ തുടങ്ങുന്നതാണ്. എപ്പോഴാ മാസം കാണാന്നുള്ളത് അറിയില്ല. എന്തായാലും ആദ്യത്തെ സെക്കൻഡിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. കൊറോണ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. കൊറോണ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഏത് കാലത്താണ്. അത് വെക്കാൻ വേണ്ടിയാണ് ആ ക്ലിപ്പ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത്. എന്നിട്ട് അവരോട് കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. രണ്ടാളിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. വെച്ചു കൊടുക്കുക. അത് കൊറോണ എന്ന് പറയണം. എന്ത് ഇവിടെ വേണം, ഇത് ചെയ്യണം, ഉള്ളടണ്ടാക്കി അത് തീരെ ഭാഗമാണ്. അതാണ് ഇതിങ്ങനെ പറഞ്ഞാക്കലൊന്നല്ല, ചെയ്യലൊന്നല്ല. അത് തരിയിലും കരുത്തിലും ഒക്കെ ആയി എടുക്കണമെങ്കിൽ അതിന് ആദ്യത്തും ഒക്കെ ആയിട്ട് ആക്കി വരണ്ടിയായി, റെഡിയായി വരണ്ടിയായി. അതായി കിട്ടണ ലേശം നയിപ്പുണ്ട്. മുൻഗാമികൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് തന്നെ ചെയ്യാം. അതിന് വേറെ ഒരു ഉയരുമില്ല. അതിന് വേറെ എന്തെങ്കിലും വായുതായമാണ് അറിയാൻ കാരണം അതിന്റെ അർത്ഥമൊന്നും എനിക്കില്ല. മുസ്ലിം ആയതുകൊണ്ട് ഇങ്ങനത്തെ പഞ്ഞ സിതുക്കുണ്ടോ അത് പാരുന്നുണ്ട്. സിതുക്കുണ്ടോ? അത് പാരിലാണുള്ളത് എന്നാ ലാസ്റ്റ് ചോദിച്ചു നിർത്തുന്നത്. സിതുക്കുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം പോലും രണ്ടാക്കില്ലട്ടോ. വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുത്തു. മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം, അതിൽ യാതൊരു എഴുതുറുമില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുൻഗാമികൾ ചെയ്ത വഴിയിൽ തന്നെ സഞ്ചരിക്കണം. ഇനി അതിന്റെ അടുത്ത ഭാഗമാണ് ഇനി കേൾപ്പിക്കുന്നത്. അതിൽ പറയുന്നത് എന്താ? സിദുക്കുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുകയാണ്. സിദുക്കില്ലേ കുറച്ചു പ്രയാസമാണ്. സത്യസന്ധത എന്നുള്ളതൊക്കെ അവരെ കുത്തകയാണ്. അവരെ കുത്തകയാണ് എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ ദീനുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് കൃത്യമായി പറയാൻ കഴിയും. നമുക്കത് കേട്ട് നിൽക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ സിദുക്കിനെ കുറിച്ചുള്ള ഒരു ആയത്ത് AP അബൂബക്കർ മുസ്ലിയാർ അങ്ങോട്ട് ഓതി കൊടുക്കുക. സിദുക്ക് പറഞ്ഞപ്പോ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. സിദുക്കുള്ള ഒരു ടീമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ മൂപ്പര് വിചാരിച്ച് ഇങ്ങോട്ട് വല്ലതും കിട്ടൂല. അപ്പോ അവിടുന്ന് ഇങ്ങോട്ട് അടുത്ത ആയത്ത് ഇങ്ങോട്ട് ഓതി കൊടുക്കുകയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. AP അബൂബക്കർ മുസ്ലിയാർ ബുഖാരി അടക്കം ദർശനത്തിന് വലിയ മൊയിലേരാ. അപ്പുറത്തിരിക്കുന്ന പല ഭാഷയിൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ്. മൂപ്പരങ്ങട്ട് കദമ സിദ്ദിഖിന്ന് ഓതിയതേ ഓർമ്മയുള്ളൂ. ഉടനെ പറഞ്ഞു, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. എന്താ പറഞ്ഞു ചോദിച്ചു. സിദ്ദിഖ് ഉണ്ടാകണമെങ്കിൽ അതിന് അള്ളാന്റെ ആൺകുട്ടികൾ തന്നെ വരണം, അല്ലാണ്ട് നടക്കൂല. അവരോട് പറയാ, നിങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? മിണ്ടിപ്പോകാൻ പാടില്ല. ദീനിൽ സംസാരിക്കണമെങ്കിൽ അതിന് അനുമതി വേണം. ഇതൊക്കെ ആരോടാ പറയുന്നത്? ഒരാളോട്. കച്ചവടം നടത്തപ്പോ കച്ചവടം നടത്തുന്ന പരിപാടിയല്ലേ അത്. ദീനിൽ സംസാരിക്കണമെങ്കിൽ അനുമതി വേണം. നിങ്ങള് കോളേജോ പള്ളിയോ മദ്രസോ ദൊക്കങ്ങൾ ഉണ്ടാക്കിക്കോളി, പ്രസംഗിച്ചോളി, അതിനൊന്നും കുഴപ്പമില്ല. ദീന് പറയണമെങ്കിൽ അനുമതി വേണം. ഭയങ്കര സംഭവമാണല്ലോ പറഞ്ഞു കൊടുത്ത്. അനുമതി വേണം, എന്നാലേ ദീന് പറയാൻ പറ്റുള്ളൂ. പിന്നെ പറയാ ത്വരീഖത്തേര്, ഹഖീഖത്തേര്, ഈ മഅരിഫത്തേര്, ഇവർക്കൊക്കെ ശരീഅത്തുണ്ടോ നിങ്ങൾ ഇങ്ങനെ നോക്കും. ശരീഅത്തേര് അറിയണ്ട, നിങ്ങൾക്ക് ശരീഅത്തുണ്ടോ എന്നുമാണല്ലോ ഒന്ന് നോക്കുക. അതിനുമാണല്ലോ ഇവിടെ ആള്. അതും വർത്താനം പറയാൻ ആള് വേണ്ടേ? അതാണ് ആ പറഞ്ഞ ആൺകുട്ടികൾ. റിജാലുൻ സദഖൂ.
എന്നിട്ട് പറഞ്ഞു ശരീഅത്ത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു ശറവും പല്ല. ശരീഅത്ത് എന്ത് പറഞ്ഞ ആളുകൾക്ക് ഒരു ശറവുമില്ല. പിന്നെ നേരെ വലുക്ക് നേരെ വഴുത് പറയലാണോ ദീന്? വലിയ വായുദീങ്ങളാണോ ഇരിക്കണ്ടേ? വഴുതാർക്കും പറയാ, വഴുതാർക്കും പറയാ. അതിന് രണ്ടക്ഷരം അറബി പഠിച്ചാൽ മതി. നിങ്ങളെ വലിയ വലിയ ഇമാമിങ്ങളെടുക്കി ചോദിക്കുക, ഖുലഫാഉർ റാഷിദീൻ മുതലെടുക്കി. ഈ ഇമാമിങ്ങളൊക്കെ മശായിഖന്മാരുള്ളോലല്ലേ? ഓല മശായിഖന്മാരൊക്കെ കിതാബ് ഓതി പഠിച്ചോലാണോ? അപ്പൊ ചെറിയ പിസ്താദ് ഇമാമിങ്ങളൊക്കെ കിതാബ് ഓതിയിട്ടുണ്ടല്ലോ, ഇമാമിങ്ങളെ മശായിഖ് ഓതിയിട്ടുണ്ടോ എന്ന് തിരിച്ച്. ഷാഫി ഇമാമിന്റെ ശൈഖാണ് ഷൈബാനുർ റായി, ഒരൊറ്റ കിതാബ് ഓതിയില്ലല്ലോ. ഓതിയിട്ടുണ്ടോ? പിന്നെ മറുപടി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നോക്കി നിങ്ങൾക്ക് എന്ത് തലയും വാല്യുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മടവൂര് ഷെയ്ഖ്, അതുപോലെ വടകര ഓറ്, ഇവരൊക്കെ മൊയ്ലേമാരായിരുന്നു. അതുപോലെ ആലുവായി, അവരൊക്കെ മൊയ്ലേമാരായിരുന്നു. അവരൊക്കെ അതിന് ശേഷം ആ പറഞ്ഞ സിദ്ഖിന്റെ വഴിയിലേക്ക് നീങ്ങി. ഈ വഴിക്ക് നിങ്ങളെന്താ പോവാത്തത്? ഓലൊക്കെ മൊയ്ലേമാരായിരുന്നല്ലോ, ആ വഴിക്ക് നിങ്ങളെന്താ പോകാത്തത്? നല്ല നല്ല ചോദ്യങ്ങൾ അവര് തരിച്ചിരിക്കുകയാണ്. ആയത്തങ്ങോട്ട് ഓതിയാൽ അടുത്ത ആയത്ത് വരികയാണ്. ആ ആയത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൃത്യമായ വിവരണങ്ങൾ, എവിടെയും തെറ്റുപറ്റാത്ത കറക്റ്റ് ചെയ്ത വാചകങ്ങൾ. അവരാ ഇരുത്തത്തിൽ തന്നെ കിതാബ് നോക്കിയിട്ട് കുറിപ്പുണ്ടാക്കി വന്നതല്ല, നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. മുൻഗാമികൾ നടന്ന വഴിയിൽ പോകണമെന്ന് പറയാണ്. ദീനെന്താന്ന് വിശദീകരിക്കുകയാണ്. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. പ്രസംഗം കഴിഞ്ഞാലും ആ ഭാഗമെടുത്ത് സ്പെഷ്യലായിട്ട് കേൾക്കണം. ഈ കാലഘട്ടത്തിന്റെ അധികാരിയുടെ മഹാസംസാരങ്ങൾ, വലിയ പണ്ഡിതരെന്ന് പറയപ്പെടുന്ന രണ്ടാളുകളെ ഇരുത്തിയിട്ട് കാലഘട്ടത്തിന്റെ രാജാവ് ചക്രവർത്തി സംസാരിക്കുകയാ. അവരെയാണോ നിങ്ങൾ വ്യാജനെന്ന് പറഞ്ഞത്? അവരെ കുറിച്ചാണോ വറക് ചോദിക്കാൻ അധികാരമുണ്ട് എന്ന് ചോദിച്ചത്? കൊട്ടുക്കരക്കാരാ, നിന്റെ നാവിന് വരുന്ന ഗതി സൂക്ഷിച്ചോ. അവരെന്ന് നോക്കിയാൽ ചാരമായി പോകും. നിങ്ങൾക്കറിയാത്തതിൽ അഭിപ്രായം പറയാൻ പോകരുത്. ലോകത്തിന്റെ ഗതി നിർണയിക്കുന്ന, പ്രകൃതിയെ മറികടന്ന അതിമഹാന്മാരായി ലോകം തന്നെ ഭരിക്കുമ്പോ മലക്കുകൾ വരെ അതപോടെ ഇരിക്കുന്ന ഹദറത്തിനെ കുറിച്ച് പച്ചത്തോന്നിവാസം പറയാൻ ഒരു മടിയുമില്ലാത്ത ഈ പുരോഹിത വർഗം, ഇവരെക്കാൾ വഴിപഴച്ചവരാരാ? ഇത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ മുസ്ലിയാർക്കും പറ്റിയതെന്താ? മൂപ്പര് അക്കാലത്ത് ആ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പിന്നെ ഈ ജാതി മുദരിസ്മാരല്ലേ വന്ന്, ഈ ജാതി ശിഷ്യന്മാരല്ലേ വന്ന്, ഈ രൂപത്തിലുള്ള മക്കളല്ലേ ഉണ്ടായത്, കുരുത്തം കെട്ടത്. അതിനു വേണ്ടി ഈ മഹാന്മാരെ സമീപത്ത് പോയി എന്ന സത്യം തുറന്നു പറയാൻ കഴിയാതെ വന്നാൽ അതിലും വലിയ പരാജയമേതാ അബൂബക്കർ മുസ്ലിയാരെ? ധൈര്യസമേതം പറയണ്ടേ? അവനാന്റെ നിലയും വിലയും പോകുമെന്ന് കരുതി മനസ്സുകൊണ്ട് സ്നേഹിച്ച് നമ്മുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ വിരാജിക്കുന്ന മശായിഖന്മാർ അവരെ ഹദറത്തിൽ പോയി എന്ന് പറയുമ്പോ ആധികാരികമായി തന്റെ മക്കളെയും ശിഷ്യനെയും കുട്ടികളെയും വിളിച്ചിട്ട് പറയണ്ടേ, പോയിട്ടുണ്ട് ഞാൻ, ആരുണ്ട് എതിർക്കാനെന്ന്? അത് താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ മദത് അവര് തരുമായിരുന്നു. അതല്ലേ താങ്കൾ കോതിത്തന്നത്? ഞങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന്. അടുത്ത ഞാനിപ്പോ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിന്റെ കുറച്ച് പ്രയാസം ഒക്കെ ആയിക്കോട്ടെ. അതിനെന്താ മുതൽ മുഖ്യനെ റീജാനുസ്തമാറുള്ള വഴി ആ ആൺകുട്ടികൾ തന്നെ വേണം.
അത് ആ ആൺകുട്ടികൾ തന്നെ വരണോ, അല്ലാണ്ട് നടക്കൂല. വേറെ ആരും മുൻകൂട്ടി പോകുന്നു വീട്ടിലൊരു സംസാരിക്കും. അത് സംസാരിക്കണമെങ്കിൽ അതിനതിന്റെ അനുമതി വേണം. എന്തോ വഴിയും മാനവർക്ക് വളരെയൊക്കെ ഉണ്ടാക്കിക്കോളി, പ്രസംഗിച്ചോളി, എന്തൊക്കെ ചെയ്തോളി, അതിനൊന്നും കുഴപ്പമില്ല. ഇവർ തെരീക്കത്തായാലും അത്തിക്കത്തായാലും അരിക്കത്തായാലും പറഞ്ഞിട്ട് വേറെ ഒരു ശരിയത്തില്ല. നിങ്ങൾ ശരിയത്തായിട്ട് ശരമില്ലെങ്കിലോ ശരയിൽ കുറവില്ലെങ്കിലോ